അപ്പോൾ ഇതാ ഞങ്ങൾ ഇതിൻ്റെ ഒച്ച മുഴുവൻ പോയി. സെക്കൻഡ് ഫേസിലേക്കുള്ള ഗോണ്ടോള കയറാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ ഇതാക്കണ്ടോ, ഇതിങ്ങനെ മൂവ് ആയിക്കൊണ്ടേ നിൽക്കുമ്പോൾ നമ്മൾ കയറണം. അല്ലാണ്ട് നമുക്ക് വേണ്ടി ഓരോ അവിടെ നിർത്തി തരുന്നില്ല. അങ്ങനെ വരുമോ? കുഞ്ഞാപ്പി അതല്ലേ തീറ്റ പറഞ്ഞു, പിന്നെ 2 തീറ്റ പറഞ്ഞു. എത്ര ഗ്രീസ് വേണ്ടിയില്ല ഇതിനകത്ത്. അപ്പം ഞങ്ങളിതാ കയറാൻ പോകുന്നു. ഞങ്ങളേതാട്ടോ ഇരുന്ന് എടുക്കേ കയറാം. ആടെ കുത്തി പുറത്തേക്ക് വെക്കല്ലേ, അല്ല പറയാൻ പറ്റൂല. ഓരോരോ ഇരുമ്പിന്റെ പോളെത്തുമ്പോ ഒത്തിരി കുരുക്കുണ്ടാവും. ഇതൊരു സവാരിക്ക് വേണ്ടി ആളുകളെ ആ തേങ്ങാമുട്ടായി പൊളിച്ചു കറണ്ട് തേങ്ങാമുട്ടായി. അയ്യേ, തേങ്ങാമുട്ടായി എന്നാ പൊളിച്ചതെന്നാ ഞാൻ സ്നിക്കേഴ്സ് വിചാരിച്ചത്. കല്ലും ആടിനെയും കാണാൻ ഒരുപോലെ ഉണ്ട്. ഇങ്ങോട്ട് എടുക്കട്ടെ, അങ്ങോട്ട് എടുത്തോ, ബാക്കോട്ട് ഇട്ടു. ഇവിടെ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് ക്ലിയർ ഉണ്ടല്ലോ. ആ നന്നായി. ഇത് തൂങ്ങി പിടിക്കട്ടെ. എന്താ ലഗേജ് എങ്ങാൻ കൊണ്ടുവന്നാണോ? നോക്ക് എത്ര കുത്തനെയാ പോകുന്നത്. നോക്ക്, ഇനി കുത്തനെയാകുമ്പോ കേറണ്ട്. ഞാൻ പിടിച്ചോളാം. കുഞ്ഞന ആ ഗ്രീൻ കളർ ഉള്ളത് നല്ല നമ്മള് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ നമ്മൾ എത്ര ഉയരത്തിലാ നോക്ക്. അമ്മ ആ സാധനം പിടുത്തം വരികയല്ലോ കേട്ടോ. ഓപ്പൺ ആയിട്ടുള്ള അല്ലേ? സവാരിയാണത്. അല്ല അവിടെ നിന്ന് കറങ്ങി ഇതേമാതിരി പോകുന്നത്. എന്ത് ഭംഗിയുണ്ട്. താഴോട്ട് സ്റ്റോപ്പ് ഉണ്ടാവില്ല. ഇങ്ങനെ വന്നിട്ട് കറങ്ങി പോകും. സ്റ്റോപ്പില്ല, വട്ടം വട്ടം നാരങ്ങയാണ്. ഇത് കൊറേ കയറാണ്ട് കേട്ടോ. ഉണ്ട്. നോക്കി അങ്ങോട്ട് നോക്കി. ശരി, ഇവിടുന്ന് താഴെ നോക്കി നമ്മൾ എത്ര കേറിയെന്ന് കാണാട്ടാ. നോക്കി നിങ്ങള് പച്ച കളറുള്ള ഷീറ്റില്ലേ, അവിടെ നമ്മളിപ്പോ കേറിയത്. ഇത് എവിടെ എത്തി നോക്ക്. അപ്പൊ ഇതാ ഞങ്ങള് സെക്കൻഡ് ഞാപ്പിണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. വെയിലുണ്ടെങ്കിൽ കൂടി നല്ല തണുപ്പുണ്ട്. ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇവിടെയെങ്കിലും ഇത്തിരി മഞ്ഞുണ്ടാവുന്നു. അത് താഴെ പറഞ്ഞു. ഇപ്പോൾ മഞ്ഞതാ നമ്മളവിടേക്ക് നോക്കിയാൽ കാണുന്നുണ്ടോ എനിക്കറിയില്ല. അങ്ങോട്ടേക്ക് കണ്ടോ ഒരു വൈറ്റ് കളറിൽ മലയിലേക്ക് അവിടെ ഉണ്ട് കുറച്ച് മഞ്ഞ്. ഇപ്പോൾ അതാ ഞങ്ങൾ ഒരു സ്പേസ് എടുത്തേക്കിന്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. എല്ലാവർക്കും വിശക്കുന്നത്. ഏകദേശം 1 മണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഫോട്ടോ എടുക്കുന്നുണ്ട്. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്.
ഒക്കെ തന്നെയാണ്. അപ്പോൾ ഞങ്ങളിതാ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഭക്ഷണം. ചില ഇവിടുത്തെ ഭക്ഷണം ഒന്നും ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നാട്ടിൽ നിന്ന് വീട്ടിൽ വെച്ച് കൊണ്ടുവന്നതാണ്. അത് കഴിക്കാൻ വിചാരിക്കുന്നു. പിന്നെ കണ്ണേട്ടൻ അതാ പോകുന്ന ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. അമ്മ ഒന്ന് എക്സ്ട്രാ ഉണ്ട്. യെസ് അമ്മ. ഉണ്ണിക്ക് കഷ്ണം വേണ്ടി വരില്ല, കറി മാത്രം. അതിലെ കറി മാത്രമല്ല ഉണ്ട് താഴോട്ടേക്ക്. കറി അടന്നോട്ടം പിന്നെ തന്നെ എടുക്കാം. ചോറുണ്ടല്ലോ എല്ലാവരും കഴിച്ചു. എനിക്ക് തോന്നുന്നു കറി വേണം. അപ്പോൾ അതാ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പോകാൻ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് എല്ലാവരും കഴിച്ചിട്ടോ. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ടാണോ എന്നറിയില്ല. കുഞ്ഞാപ്പിത നല്ല ഉറക്കലാണ്. മുന്നിത് ബാക്കിലോട്ട് പോയി. എല്ലാവരും ഉണ്ട്. പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അരമണിക്കൂറും കൂടെ ഇനിയിപ്പോൾ ഇവിടെ നിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരോടും വേഗം വരാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാ ഞങ്ങൾ പോവാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ സീസണിൽ വരണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ സീസണിൽ വരികയാണെങ്കിൽ ഞങ്ങൾ ശരിക്കും മേലോട്ടേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല. താഴെ തന്നെ ഉണ്ടാവും നല്ലോണം. ഒക്ടോബർ മുതൽ, സെപ്റ്റംബർ അല്ലത്, ഒക്ടോബർ മുതൽ അത്യാവശ്യം മഞ്ഞ് തുടങ്ങുമെന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെ മഞ്ഞുണ്ടാവും എന്തായാലും. സെക്കൻഡ് ഫേസിലും ഫസ്റ്റിലൊന്നും ഇല്ലെങ്കിൽ സെക്കൻഡിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ സീസണിൽ വരും. അതപ്പോൾ ഞാൻ വരുന്നേരം ഞാൻ അന്നേരം ഒരു വീഡിയോയും കൂടി ഇടുന്നുണ്ട്. ഇപ്പം ഇതൊക്കെ തന്നെയുള്ളൂ. ഇനിയിപ്പോൾ താഴോട്ട് പോകുന്ന വ്യൂ ആണ്. അവിടെ നിങ്ങൾ കാണും. അവിടെ ഒരു ഇതാ മഞ്ഞ്. അതാ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരുമോ? ആ മഞ്ഞൊന്ന് ചൂണ്ടിക്കാണിച്ചു തരുമോ? ഇത്തിരി താത്തി കൈ. ഓക്കെ, ഇത്തിരി ലെഫ്റ്റിലേക്ക് കൈ പിടിക്കുമോ? ഇച്ചിരി അതെ, ആ കാണുന്നതാണ് മഞ്ഞ്. അല്ല ചേട്ടാ, അത് ലെവലാ. ഇനിയാ കുത്തനെ വരാൻ പോകുന്നത്. കണ്ണ് കൂട്ടിയതായി. അപ്പോൾ അതാ ഞങ്ങൾ തിരിച്ചു പോവാണ്. റിട്ടേൺ. ഞങ്ങളിപ്പോൾ സെക്കൻഡ് ഫേസിൽ നിന്ന് ഫസ്റ്റ് ഫേസിലെത്തി കേട്ടോ. അപ്പോൾ ആ വരുന്നത് സെക്കൻഡ് ഫേസിൽ നിന്ന് വരുന്നതാട്ടോ കാണിക്കുന്നത് കേട്ടോ. ആ മലേൻ്റെ എൻഡിൽ കണ്ടില്ലേ, അവിടെയാണ് ഞങ്ങളിപ്പോൾ പോയി വന്നത്. ഏറ്റവും അതാണ് സെക്കൻഡ് ഫേസ്. ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോയാലോ എന്ന് താഴോട്ടേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ വലിയ ഒരു ഇതില്ല, വെയിലുണ്ട്. പക്ഷേ വെയിലിനനുസരിച്ച് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഉണ്ണി ആ കൂളിംഗ് ഗ്ലാസ് വെച്ചോ. പിന്നെ കണ്ണേട്ടിനവിടെ പോയി. കണ്ടോ, കോഫി കാവ എന്ന് പറഞ്ഞാൽ, കാവ പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ചായ കേട്ടോ. കാവ ടീ. അപ്പം അത് ഇവിടുത്തെ സ്പെഷ്യലാണ്. അതിങ്ങനെ ഇതിലൂടെ കൊണ്ടുനടക്കും കേട്ടോ. പിന്നെ മേലെ പോയിന്റ് സെക്കൻഡ് കണ്ടിട്ട് ഫോട്ടോ എടുക്കാനുള്ള ശ്രമത്തിലാണ്. ആരെടുക്കും എന്നുള്ള തീരുമാനമായിട്ടില്ല. ഓ എടുത്താലോ? എന്നാ വയ്യ. ഓ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന അമ്മ.
ഞങ്ങളെ ഫോട്ടോഗ്രാഫറാട്ടോ അത്. പോവാ ഇറങ്ങാന്ന് വിചാരിച്ചതായിരുന്നു. ഉണ്ണി എവിടെ? ആ അതിൻ്റെ ഉള്ളിൽ കയറാം. വാ. ഓ നോക്കി നോക്കി വീഴരുത് ഉണ്ണി. ഉണ്ണി കയറി കഴിഞ്ഞ് ഞങ്ങൾ പോവാന്ന് വിചാരിച്ചതിനും. അതപ്പോൾ കുഞ്ഞിന് കഞ്ഞി കൊടുത്തില്ല. നേരത്തെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നോക്കിയപ്പോൾ ഓൾ ഉറങ്ങുകയാണ്. അതുകൊണ്ട് പിന്നെ ഒന്ന് കഞ്ഞി കൊടുത്തിട്ട് ഇനി താഴോട്ടേക്ക് ഇറങ്ങാൻ വെച്ചു. താഴോട്ടേക്ക് ഇറങ്ങി ഡയറക്റ്റ് ഞങ്ങൾ എന്തായാലും കാറിൽ കയറും ക്വാർട്ടേഴ്സിലേക്കാണ്. എനിക്ക് സൗണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എനിക്കറിയില്ല കേട്ടോ. ഞാൻ മൈക്കൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷേങ്കിൽ ചെവി അടഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്ക് തന്നെ കേൾക്കുന്നില്ല. അപ്പോൾ സൗണ്ട് ഉണ്ടോ എന്നുള്ള ഒരു ഡൗട്ട്. അടിപൊളി, നല്ല ഭംഗിയിൽ കാണാൻ. നിങ്ങളിപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ വിചാരിച്ചു. ഇങ്ങനെയൊന്നും പറയല്ല കണ്ണേട്ടാ. ചുണ്ടക്കാരുണ്ട് കേട്ടോ. ഭയങ്കര മേലേക്ക് തീരെ നമുക്ക് നല്ലോണം ശ്വാസം മുട്ടും കേട്ടോ. മേലെ കയറിയാൽ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വരുന്നവരൊക്കെ ഒരു കാര്യം കയ്യിൽ ചോക്ലേറ്റ് കരുതുന്നത് വളരെ നല്ലതാണ്. കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് നമുക്ക്. അപ്പോൾ ഓക്സിജൻ്റെ ലെവൽ കുറവായതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്താ ചോക്ലേറ്റ് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പക്ഷേങ്കിൽ നമ്മൾ കൈ കണ്ടോന്നില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കുന്നേ ഉള്ളൂ. കാരണം മേലേന്ന് വേറെ എവിടെ നിന്ന് വാങ്ങാൻ കിട്ടില്ല. അത്യാവശ്യമാണെന്നുള്ളത് കൊണ്ട് റേറ്റിൻ്റെ സാധനത്തിനൊക്കെ ഇവിടെ ഫസ്റ്റ് ഫേസിൽ വന്നാലും കിട്ടും. നമുക്ക് സെക്കൻഡ് ഫേസിലും കിട്ടും. ഫസ്റ്റ് ഫേസിൽ നമുക്ക് അതൊക്കെ ഉണ്ട് കേട്ടോ. കുതിര സവാരിയൊക്കെ ഉണ്ട്. പിന്നെ ഫോട്ടോസ് എടുക്കാനുള്ള ഇതുണ്ട്. പിന്നെ ബൈക്കില്ലേ ഐസിൽ പോകുന്നത് അതുണ്ട്. പക്ഷെ അതൊക്കെ സീസൺ ആവണം. അതായത് ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് ഓഫ് സീസണിൽ ഇത്രയും ആൾക്കാരുണ്ടെങ്കിൽ സീസണിൽ എത്ര ഉണ്ടാവും? നല്ല തിരക്കാണ്. ഗോണ്ടോളയിലൊക്കെ കയറണമെങ്കിൽ നമ്മൾ ക്യൂ നിന്ന് എത്ര നേരം ക്യൂ നിൽക്കണം എന്നറിയോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ഗോണ്ടോള റൈഡ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ ഗോണ്ടോള. വരുന്നവരോട് മസ്റ്റായി കയറാൻ പറയണമെന്നൊന്നുമില്ല. പക്ഷെ എന്നാലും കയറുന്നത് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഒന്നില്ലെങ്കിലും കഴിയുന്നൊരു ഫസ്റ്റ് ഫേസ് വരെ വരുന്നതെന്നല്ല. ഫസ്റ്റ് ഫേസിന് 800 കണ്ടിട്ട്. ഫസ്റ്റ് ഫേസിൽ 800 അല്ല അതിനോ പറഞ്ഞത്. സെക്കൻഡിലോ ഫസ്റ്റ് ഫേസിലേക്ക് ഒരാൾക്ക് 800 രൂപയും സെക്കൻഡ് ഫേസിലേക്ക് ഒരാൾക്ക് 1000 രൂപയാണ് വരുന്നത്. അതിപ്പോൾ 3 വയസ്സ് വരെയുള്ള കുട്ടിക്ക് ടിക്കറ്റ് വേണ്ട. 3 വയസ്സ് കൂടുതലുള്ള കുട്ടികൾക്ക് മുതൽ ടിക്കറ്റ് വേണം. അതായത് ഇപ്പോൾ 2 ഫേസിലും പോവുകയാണെന്ന് വെച്ചാൽ 2 ഫേസിലേക്കും കൂടി 1800 രൂപ ഒരാൾക്ക് വേണം. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൂടി ആട്ടോ പറയുന്നത്. പിന്നെ പക്ഷേ ആ 1800 രൂപ ഓക്കെ ആ പോകുന്നത് കാണാൻ ഒരു ഫീലാണ്. പക്ഷേ സെക്കൻഡ് ഫേസിൽ ഞങ്ങൾ പോയപ്പോൾ വ്യൂസ് ഉണ്ട്, വ്യൂ പോയിൻറ്റ്സ് പോലെ ഒരുപാടുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് മഞ്ഞൊന്നുമില്ല. അപ്പോൾ മഞ്ഞ് കാണാനായിട്ട് വരുന്ന പോലാണെങ്കിൽ ഓഫ് സീസണിൽ വരുന്ന വെറുതെയാണ്. മേലെ പോയി കഴിഞ്ഞാൽ പിന്നെ നല്ലോണം ശ്വാസം മുട്ടും. ഈ ശ്വാസം മുട്ട് കാര്യങ്ങളൊക്കെ ഉള്ളവരും ഒന്ന് അതിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൈ കരുതിയിട്ട് വേണം കേട്ടോ വരണമെങ്കിൽ. കാരണം അത്രയ്ക്ക് ഞങ്ങളവിടെ ചെന്നപ്പോൾ എൻ്റെ മേലെ ഒരു ചേച്ചിക്ക് ഒന്നായിട്ട് ശ്വാസം മുട്ടുക, കൈയൊക്കെ കോടി പോവുകയൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് അവർ കൂടെ വന്ന ആൾക്കാരെ കൈയൊക്കെ ഒന്ന് ചൂടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വരുന്നോലും മസ്റ്റായിട്ടും സുഖമില്ലാത്തവരാണ്, തണുപ്പ് പ്രശ്നമുള്ളവരാണെന്ന് വെച്ചാൽ അതിനുള്ള കാര്യങ്ങൾ കരുതിയിട്ടേ വരാം കേട്ടോ. ഇനിയിപ്പം നോക്കട്ടെ, ഞങ്ങൾക്ക് ഒരാഗ്രഹമുണ്ട് സീസണിൽ വരണമെന്നുണ്ട്. നടക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ പറയുകയാണ്, ഞാൻ ഇവിടെ ഉണ്ട് ശ്രീനഗറിൽ ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ ഒന്ന് വന്ന് കാണണമെന്നുണ്ട്. നോക്കട്ടെ, അങ്ങനെ അഥവാ ഞാൻ വരികയാണെങ്കിൽ എന്തായാലും ഞാൻ വീഡിയോസ് എടുക്കുന്ന കേട്ടോ. ലിജീഷേട്ടൻ നല്ല വീഡിയോ എടുപ്പിലാണ്. കുഞ്ഞാപ്പി കഞ്ഞി കുടിക്കുകയാണ്. പക്ഷെ അയാൾക്ക് വേറൊരു ഓട്ടം കിട്ടുന്നില്ല. അതാ
മേലോട്ടേക്കല്ലേ, അടിപൊളിയാ. കാശ്മീരി കുൽച്ച എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു സാധനം കൊണ്ടുവന്നിട്ടോ. അയറ്റാല് ഒന്നിന് 10 രൂപ എന്നാണ് പറഞ്ഞത്. നോക്കട്ടെ കണ്ണട്ടെ എങ്ങോട്ട് കാണാൻ. അത് ചെറിയതില്ലേ, എന്തോ ചെറുതാ, ഞാൻ കാണിച്ചു തരാം. 10 രൂപ എന്നാണ് പറഞ്ഞത്. ഞാൻ ഒന്നത് കഴിച്ചു നോക്കട്ടെ, ടേസ്റ്റ് എന്നാ പറയാൻ. ഇത് കണ്ട തേങ്ങ പോലെയല്ലേ, കൊപ്ര പോലെയല്ലേ? തേങ്ങ തന്നെയുണ്ട്, പക്ഷെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ടല്ലോ അത് ആ ഷേപ്പിൽ പോലെ ആക്കിയെടുക്കുകയാണെന്ന്. ഇതെന്തോ അരച്ച സാധന, തേങ്ങ ഒന്നല്ലല്ലോ. അയ്യോ അയാള് പോണത്. അപ്പോൾ ഇതാണ് ഒരു ചോക്ലേറ്റിൻ്റെ അകത്ത് മുക്കിയതാ. ഓ ചോക്ലേറ്റിനകത്ത് മുക്കിയതാ. തേങ്ങാപ്പിണ്ണാക്കാണത്. തേങ്ങാപ്പിണ്ണാക്കിന് എന്താ വെളുത്ത കളറ്? ആർക്കണം വലിയ അതിനാ എന്തോ ഒരു രസം. ഞാൻ എന്തായാലും നിർത്തി. അപ്പോൾ അതാ ഞങ്ങൾ തിരിച്ച് റിട്ടേൺ പോവുകയാണ്. ഫസ്റ്റ് ഫേസിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾ കയറാൻ പോവുകയാണ്. അതാണ് ഇവിടുത്തെ വ്യൂ. കയറി അപ്പം ഞങ്ങൾ ഉള്ളോട്ട് കയറി. ഇതൊക്കെ സെക്കൻഡിലേക്ക് കയറാനുള്ള ആൾക്കാരാട്ടോ. ഇപ്പം എന്നോട് ഇവിടെ സെക്കൻഡ് ഫേസിലേക്ക് പോകാൻ നിൽക്കുക. സെക്കൻഡ് ഫേസിലേക്ക് പോകാനുള്ള ഒരാൾ ചോദിച്ചു മേലെ തണുപ്പാണോ എന്ന്. പക്ഷേ സംഭവം മേലെ കുറച്ച് തണുപ്പുണ്ട്, ബർഫില്ല, മഞ്ഞില്ല, പിന്നെ ഓക്സിജനിൽ കുറവാണെന്ന് പറഞ്ഞു. അങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കുന്നത്. കഞ്ഞി കുടിച്ചപ്പോൾ എൻ്റെ പൊന്നാട്ടവും ഉഷാറായല്ലോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഫേസിലേക്ക് നിന്ന് തിരിച്ചു പോവുകയാണ്. ഓൾറെഡി ഇപ്പോൾ 5 ആളുണ്ട്. ലിജി ചേട്ടൻ അതുണ്ടല്ലോ താഴെ നിന്ന് നല്ലോണം വീക്ഷിച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെ പോകുന്നുള്ളത്. അമ്മാ നേരത്തെ എനിക്ക് ഇത്ര ഫീൽ ചെയ്തില്ല കേട്ടോ മേലെ നിന്ന്. കാരണം ഞാൻ ആ സൈഡായിരുന്നു ഇരുന്നത്. അമ്മമ്മന്റെ കുട്ടിയുടെ കാശ്മീരി മോളയുടെ ഉണ്ടോ? അച്ഛൻ ഇതാണ് കാശ്മീരി മോള്. അയ്യോ ഇത് കാശ്മീരി മോള ആണോ? കാശ്മീരി കുട്ടിയുടെ മാതിരി ഓല ഫേസ് കണ്ടില്ലേ, 2 ഭാഗത്തും ബ്ലഷ് ഇട്ടാണോ? അവിടെ ഒന്ന് നോക്കട്ടെ അമ്മമ്മന്റെ മോള കാശ്മീരി ആണോന്ന്. കാശ്മീരിൽ കോടി കോടി കാശ്മീരി മോളായേ. കാശ്മീരി മോളാണ് അമ്മമ്മന്റെ. മണ്ണ് സൗണ്ട് വരാൻ വേണ്ടി നമ്മളെ വാർപ്പിന് കോൺക്രീറ്റ് ഇടും പോലെ പകരം മണ്ണല്ലേ. പക്ഷെ നല്ല ഭംഗി നോക്കല്ലേ. അല്ല ഇവിടുന്ന് ഇപ്പൊ ഓൽക്കൊരു എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം വേണം എന്ത് ചെയ്യും?
അല്ല എണീച്ച് നിൽക്കാനായിരിക്കും. നീ ശ്രദ്ധിച്ചോളാം. വേക്കോട്ട് കാണിച്ചെടുക്ക്. അയ്യോ അതെന്താ ട്രെയിന്? അങ്ങോട്ട് വെക്ക്, അങ്ങോട്ട് വെക്ക്, അങ്ങോട്ട് പോ. അപ്പോൾ ദാ ഞങ്ങളിവിടെ ഇറങ്ങി. ഞങ്ങളിതാ ഇറങ്ങിട്ടോ. ഇപ്പം ഞങ്ങൾ വന്ന് തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തി. അതായത് രജിഷാണല്ലേ പോകുന്നത്. ഏകദേശം ഇനിയിപ്പോൾ ഞങ്ങളെ ടാക്സി ഇവിടെ എവിടെയോ നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ഒന്ന് വാഷ്റൂം നോക്കണം. പിന്നെ താഴെ ഉണ്ടോ അറിയില്ല, മേലെ ഉണ്ടായിരുന്നു. ഉണ്ടെങ്കിൽ വാഷ്റൂം പോകണം. പിന്നെ ഞങ്ങളെ ടാക്സി വെറുതെ എവിടെയോ ഉണ്ട്, അതിൽ കയറി നേരെ വീട്ടിലേക്ക്. ഓക്കെ എല്ലാവരും ഇനി അങ്ങോട്ട് ചൂടായിരിക്കും, തണുപ്പില്ലാവില്ല. ഷോള് വെറുതെ വെച്ചോ, നമുക്ക് വേണേ ഇരിക്കാമല്ലോ. അഥവാ തണുപ്പ് എന്തെങ്കിലും. കുഞ്ഞാപ്പി ഒന്ന് നോക്കി, അമ്മൻ്റെ ഹിന്ദിക്കാരിൽ നോക്കട്ടെ. കണ്ണട വെച്ച പൊന്നുമോൾ നോക്കട്ടെ, കണ്ണട നോക്ക് നോക്ക്. ഇതാട്ടോ കൊണ്ടോള റൈഡിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുമ്പോൾ കയറുമ്പോൾ ഞാൻ വരുന്ന സമയത്ത് ടൈം കിട്ടിയില്ല ഇതൊന്നും. കാരണം അന്നേരം വേഗം ക്യൂവിൽ കയറാൻ പറഞ്ഞപ്പോൾ കയറി. അപ്പോൾ അതുകൊണ്ട് ടൈം കിട്ടിയില്ല. അടിപൊളി, നല്ല ഭംഗിയുണ്ടല്ലേ. ഇവിടെ നാട്ടിലൊക്കെ കാട്ടിൽ വരുന്ന ചെടി വളരും പോലെ, പക്ഷെ അതൊക്കെ നല്ല അടിപൊളി പൂക്കളാണ്. ഇതാണ് ഗൊണ്ടോളേൻ്റെ. ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ആവണം. ഇവിടെ ID പ്രൂഫ് വേണം കേട്ടോ കയറണമെങ്കിൽ. അവർ ID പ്രൂഫ് വയ്ക്കുമ്പോളെ. നമ്മളെ വണ്ടി എവിടെ കണ്ടട്ടാ? ഈശ്വര, തേങ്ങ പൊളിച്ച് വെക്കുന്ന നോക്കി, തേങ്ങ പൊളിച്ച് വെക്കുന്ന നോക്കി. ഇതെന്താക്കുമല്ലോ ഇവല് ഒരു പ്ലേറ്റിൽ കുറേ കഷ്ണങ്ങൾ ഇട്ടിട്ട് തരും. ഇവലൊക്കെ വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യും. പൂണ്ടിട്ടോണോ? നമ്മൾ ആരെങ്കിലും കഴിക്കുകയോ? ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഗുൽമാർഗ് കഴിഞ്ഞാൽ ഞങ്ങളെ വണ്ടിയാട്ടോ പോകുന്നത്. ഗുൽമാർഗ് എത്തി. കണ്ടിട്ടങ്ങൾക്ക് എന്താ ഒരു ചുമ അധികം. ഗുൽമാർഗിൽ നിന്ന് തിരിച്ചിതാ അവിടെ എത്തി. വരുന്ന വഴിക്ക് ഞങ്ങളിതാ അറിയുന്നൊക്കെ അമ്മേൻ്റെ കയ്യിൽ അവിടെ നിന്ന് വാങ്ങിയതാട്ടോ ഷോപ്പ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. നമ്മളെ സാധാ നാട്ടിലൊക്കെ ഉള്ള സൂപ്പർ മാർക്കറ്റൊക്കെ അല്ലേ, അതുപോലൊരു മാർക്കറ്റാണ് വിശാൽ മാർട്ട്. അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ബൈ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ ബൈ ബൈ.